ഇപ്പോൾ ചോറ്റാനിക്കരയിൽ മരണപ്പെട്ട യുവതിയുടെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മോർച്ചറിയിലേക്കാണ് മൃതദേഹം മാറ്റുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് 2:30 പെൺകുട്ടി മരണപ്പെട്ടത്. സുഹൃത്തായ യുവാവിൻ്റെ ക്രൂരമായ മർദ്ദനത്തിൽ യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി. അതിജീവിതയെ ആക്രമിച്ച അനൂപ്, തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇയാൾ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. അതിജീവിതയ്ക്ക് ക്രൂരമായ മർദ്ദനമാണ് ഈ അനൂപിൽ നിന്നും, തലയോലപ്പറമ്പ് സ്വദേശിയായ അനൂപിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. പോസ്റ്റ്മോർട്ടം നടപടി നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ഇന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് അതിജീവിതയുടെ മൃതദേഹം സൂക്ഷിക്കുക. പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിന് ആരംഭിക്കും എന്നുള്ള വിവരവും കൂടി അവിടെ നിന്നും വരുന്നു. കഴിഞ്ഞ ദിവസമാണ് അനൂപിൻ്റെ ക്രൂരമായ ആക്രമണത്തിന് ഈ അതിജീവിത ഇരയായത്. വിവരങ്ങൾ നൽകാനായി അല്പസമയത്തിനകം തന്നെ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് പുതിയ വിവരങ്ങൾ നൽകും. കഴിഞ്ഞ ദിവസമാണ് പ്രതി അനൂപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അനൂപിനെതിരെ പോലീസ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തുമെന്നുള്ള നിർണായകമായ വിവരവും കൂടെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ക്രൂരമായ മർദ്ദനമാണ് ഈ അതിജീവിതയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. തലയിൽ ഇടിക്കുക ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായി ഈ അതിജീവിതയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നത്. അനൂപ് ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് പോലീസിൻ്റെ. ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ ഇപ്പോൾ ലിഡിയ ജേക്കബ് നൽകും. ലിഡിയ ജേക്കബ്, അതിജീവിതയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്താണ് ലിഡിയയ്ക്ക് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം? നിലവിൽ പെൺകുട്ടിയുടെ മൃതദേഹം അങ്ങോട്ടേക്ക് മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കും, അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോലീസ് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. ഇവിടെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയായിരിക്കും ഉണ്ടാവുക. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകളും മറ്റും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നവരും. ചോറ്റാനിക്കരയിലെ വീട്ടിൽ തന്നെയാകും. ലിഡിയ ജേക്കബാണ് വാർത്തയുടെ വിവരങ്ങൾ അവിടെ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. ലിഡിയ നൽകുന്ന വിവരമനുസരിച്ച് നാളെയാണ് ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ നടക്കുക. ഇന്ന് അതിജീവിതയുടെ മൃതദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്നും ലിഡിയ ജേക്കബ് നൽകിയിരിക്കുന്നത്. അനൂപ് ഈ അതിജീവിതയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയും തല ഭിത്തിയിലിടിക്കുകയും ഷാളും ഉപയോഗിച്ച് വായും മൂക്കും പൊത്തി ശ്വാസം മുട്ടിച്ചു എന്നടക്കമുള്ള ക്രൂരമായ ഹീനകൃത്യങ്ങളാണ് അനൂപ് ഈ അതിജീവിതയോട് ചെയ്തത്. അനൂപിനെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അതീവമായി പരിക്കേറ്റ ഈ പെൺകുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലിഡിയ ജേക്കബ് വീണ്ടും ചേരുകയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ലിഡിയ, ഈ അതിജീവിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജയ്, പെൺകുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിന് മുൻപ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയായിരിക്കും ഉണ്ടാവുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. പോലീസ് അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയാകും ഉണ്ടാവുക. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. നാളെ രാവിലെ തന്നെ അത് തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. നാളെ ചോറ്റാനിക്കരയിലെ വീട്ടിൽ തന്നെയാകും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. ഇത്തരത്തിലാണ് നിലവിൽ
ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലീസ് അല്പസമയത്തിനുള്ളിൽ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു 5 ദിവസമായി പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. വലിയ പീഡനങ്ങൾ, ആക്രമണങ്ങളാണ് പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത്. കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർമാർ നമ്മോട് പ്രതികരിച്ചത് അവർ ആവുന്ന നമുക്ക് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും വൈദ്യസഹായങ്ങളും ഒക്കെ പെൺകുട്ടിക്ക് നൽകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാർ അടക്കം പ്രതികരിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ അറിഞ്ഞത്. ഈ പെൺകുട്ടിയുടെ വളരെ ക്രൂരമായി പെൺകുട്ടി പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നാണ്. ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ദേഹത്തടക്കം പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത്ത് ഞെരിച്ച പാടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴുത്തിൽ ഷോൾ മുറുകിയ പാടുകളുണ്ടായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും കാര്യങ്ങളുമൊക്കെ നടന്നു വരികയാണ്. കേസും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടുണ്ട്. നിലവിൽ കൊലപാതക ശ്രമത്തിനും ഒപ്പം തന്നെ കൊലപാതക ശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ പെൺകുട്ടി മരിച്ചതോടുകൂടി ഇപ്പോൾ കൊലപാതകത്തിനായിരിക്കും കേസ് എടുക്കുക. നിലവിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വീണ്ടും വാങ്ങാനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു വലിയ പീഡനങ്ങൾക്ക് പെൺകുട്ടി ഇരയായി അവസാനം അവൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. 2023 പോക്സോ അതിജീവിത കൂടെയാണ് പെൺകുട്ടി. അത്തരത്തിൽ ഒരു അതിജീവിത ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.